ആയിരിക്കുന്നു പൊന്നുമായി അമ്മയ്ക്ക് ശ്രീധനമായി അവനെ കാട്ടി കൊണ്ടുപോകുന്ന ഇതിനകത്തായിരിക്കുന്നു പൊന്നുണ്ണി വിഷ്ണുമായി ഒറ്റക്കാലമേ വട്ടത്തിലോ ചിത്രമത്ത ശ്രീപീഠം മണതു പൊന്നിളകിയ കുടിവെള്ളം അച്ഛൻ്റെ മകനെ വിഷ്ണുവിന്റെ മായത്തിൽ പൊന്നുണ്ണി വിഷ്ണുമായ ചെറുപറയൻ പുത്തിരി പറച്ചിയുമായി അവരുടെ പടിഞ്ഞാറ്റിനി പൂമണി മന്ത്രശാലയിൽ ഒറ്റക്കാലമേ മുക്കോണിലോ ചിത്രമൊത്ത ശ്രീപീഠം പണതു പൊന്നഴകിയ സ്വരൂപം വാർത്ത് സ്വരൂപത്തിൽ കുടികൊള്ളുന്ന അച്ഛന്റെ മകനെ പൊന്നാര കരിക്കുട്ടി സ്വാമിയും വാങ്ങി ഇന്ദ്രലോകം വാഴുക മധുരലോകം വാഴുകേ ദേവലോകം വാഴുക അസുരാലോകം വാഴുക 74 ലോകങ്ങളും വാഴുക ശ്രീകൈലാസത്ത് അച്ഛൻ ശ്രീപരമേശ്വരനും വാഴുകേ സതിയെന്ന ശ്രീപരമേശ്വരി അമ്മ പാർവതി മാധവായി അത്തിക്കുന്ന് മണിമാമലപ്പുറം വാഴുക ചെത്തിക്കുന്ന് മണിമാമലപ്പുറം വാഴുകേ കൂളിക്കുന്ന് മണിമാമലപ്പുറം വാഴുക കൂളിക്കുന്ന് മണിമാമലപ്പുറത്ത് കൂളിവാക അമരായ എന്ന കാഠാളത്തിലുണ്ടെങ്കിലാവും വാഴേ ശ്രീകൈലാസത്ത് അച്ഛൻ ശ്രീപരമശിവൻ പാർവതി മാധവമൊത്തു പാർത്ത് പുലർന്നു വരയിരിക്കുമ്പോ ഒത്തിരി ഒന്ന് വെട്ടി പുതുമാരി മഞ്ഞും മഴകളെ പെയ്തുപോയി വെള്ളി വെട്ടി വെൺമാരിതം മഞ്ഞും മഴകളെ പെയ്യുമ്പോ അച്ഛൻ ശ്രീപരമശിവൻ പാർവതിയെ വിളിച്ചു പാർവതി മാതാവിനോട് അരുളി ചെയ്യുന്ന കാലം എന്റെ പരമേശ്വരി പാർവതി മാതാവേ ഭൂമിലോകത്ത് പുത്തിരി ഒന്ന് വെട്ടി പുതുമാരി മഞ്ഞും മഴകളെ പെയ്തുപോയി വെള്ളി വെട്ടി വെൺമാരിതും മഞ്ഞും മഴകളും പെയ്തുപോയി ആയത് കൊണ്ടായിരിക്കുന്നു ഭൂമി ലോകത്തൊന്നു വഴി പോകണം ഒരു നാളത്തെ പള്ളിനായാട്ട് കഥ മുടിച്ച് ഒരു മാനിന്റെ കൊമ്പോ കുളമ്പോ ചേടകമോ കിട്ടുവോ കിട്ടില്ലേ എന്നവണ്ണം അറിയണമെന്ന് അരുളി ചെയ്തു അച്ഛനാണ് നേരത്തായിരിക്കുന്നു അച്ഛന് ശ്രീപരമശിവന് കുളിക്കുന്ന ഒല്ലനെല്ലി തത്രവെള്ള വളങ്ങുവേനാക്കിൽ ഇറങ്ങി കുളികുറി ദേവാലയം കഴിഞ്ഞു അഞ്ചല്ലോ ഭസ്മകുറികളും വരച്ചു ആടശീലകളെ കൊണ്ടു പകർന്നെടുത്തു പകലെ വച്ചൊരു അന്നമൃത ഭോജനങ്ങളെ ഊണാകിലൂണമൃതം കഴിച്ചു പാർവതി മാധവനോട് അടിപൊളി യാത്രകളും ചൊല്ലി വെള്ളിച്ചിങ്ങം പൊന്നും പോർക്കുതിരാലത്ത് കയറി രസൂലം വെൺമഴു വജ്രക്കോലി ചാട്ടമാറി പീരിക്കുന്നുങ്ങളെ എടുത്തു
കാലമുള്ളിന്റെ കാലക്കരിമനെ എടുത്തു നഞ്ഞു നായ്ക്കളെ വിളിച്ചു വെള്ളരി കോർമാൻ കുലവാൻ കുഞ്ഞി കുലയാക്കി എന്നിങ്ങനെ അഞ്ചല്ലോ നായാടിമാരെയും വിളിച്ചു പാർവതി മാതാവിനോട് അണിയുടെ യാത്രകളൊക്കെ ഇറങ്ങി വള്ളി നായാടിന് വഴിപോയി അച്ഛനാണ് അത്തിക്കുന്ന് മണിമാമലപ്പുറങ്ങളന്നു ചെത്തിക്കുന്ന് ചെമ്പരത്തി കുന്ന് കുന്നു നീലി മണിമാമലപ്പുറങ്ങളന്നു കള്ളി എന്ന കട്ടകം ചുള്ളി എന്ന ഉളപ്പകം ഓടയെന്ന വനവാസങ്ങളെന്നു പുലാനി എന്ന നെടുന്തുരുത്തിൽ ചെന്നു വഴിതിരിയുമ്പോ ചിച്ചേൻ കണ്ടൻ മകനല്ലി ഒരിക്കൽ പ്ലാവിന്റെ തൃക്കടവാലത്തിൽ നോക്കി തങ്ങി അച്ഛനായിരിക്കുന്നു വെള്ളിച്ചിങ്ങം പൊന്നും പോർക്കുതിര തണ്ടുറത്ത് കീഴടങ്ങി എലശൂലം വെൺമഴു ഭദ്രകോല് ചാട്ടുമാറ് പീലിക്കുന്തങ്ങളെ എടുത്തു കാട്ടിലെ നടന്ന് ആട്ടുപാട്ട് തെളി ഒളിനായാട്ട് തെളിനായാട്ട് ഉച്ചനായാട്ടു ചെയ്തൊഴിയുന്നു അച്ഛനാവേ കൊമ്പോ കുളമ്പോ ചേടകം ഒരു കാലം വരെ പപ്പേ കിട്ടാഞ്ഞൊഴി മൂലം കൊണ്ട് അച്ഛൻ ശ്രീപരമശിവൻ ദുഃഖിച്ചു മനക്ലേശിച്ചു വിരിയ ദുഃഖങ്ങളെ കൊണ്ട് ചെങ്കുലം ഇലംലാവിന്റെ തൃക്കടവാലത്ത് വന്നു തണലും മലച്ചു ആയിരുന്നു അച്ഛൻ ശ്രീപരമശിവനാണേ അമര കാട്ടാളത്തി പെണ്ണുമെങ്കിലാവേ അവളുടെ തിരുമനസ്സിലും നിന്നെന്ത് കണ്ടു ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്നും മുളച്ച ചണ്ണക്കിഴങ്ങുകളെ കുത്തേണം മാന്തേണം എന്ന വണ്ണം നിനത്തു കൊമ്പൂറകളൊക്കെ എടുത്തു കൊമ്പൂറം എടുത്തു വലത്തെ ഒക്കത്തും വച്ചു ആരാച്ചി കോലി മൂരാച്ചി കോലി മുണ്ടനാടൻ അരിവാൾ എടുത്തു അവളുടെ കുടിച്ചനാലപ്പുര കൊണ്ട് ഇളച്ചുകൂട്ടി കുളിവാക ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ചൊരു ചണ്ണക്കിഴങ്ങ് കുത്തി മാതുവാൻ വഴി പോരുന്നു കുളിവാകേ മേലോരു മല പന്തീരായിരം കയറിയിറങ്ങി കീഴോരു മല പന്തീരായിരം കയറിയിറങ്ങി അത്തിക്കുന്ന് മണിമാമലപ്പുറങ്ങളന്നു ചെത്തിക്കുന്ന് മണിമാമലപ്പുറങ്ങളന്നു കളി എന്ന കട്ടകം കടന്നു പുല്ലാനി എന്ന തെരുന്തുരുത്തിൽ വന്നു വഴിതിരിയുമ്പോ കൊമ്പൂറങ്ങളൊക്കെ കൊണ്ടു ഇറക്കി വെച്ചു കൂടിവാക ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച ചണ്ണക്കിഴങ്ങുകളെ കുറ്റിമാതി അറിയിരിക്കുമ്പോ കൂടിവാകയ്ക്ക് ഒരു കൊമ്പൂറം ചണ്ണക്കിഴങ്ങിട്ടുമ്പോ കൂടിവാകാവേ അച്ഛൻ കുളിക്കും തത്ര വെള്ള കളക്ക് വേരാക്കി കൊണ്ട് ചെന്ന് തേച്ചു വലമ്പി ആരും മതി കളക്ക് നിൽക്കുന്നു കൂടിവാകെ കഴുത്തിൽ കിടന്ന കലമാല കബഡിമാല ചതുക്കേലസ് രാമായണം കൊത്തുവച്ച വളകളൊക്കെ കെട്ടോടെ കെട്ടഴിഞ്ഞു കൂട്ടോടെ കൂട്ടഴിഞ്ഞു കൊല്ല നെല്ലി കുളക്ക് വേനാറ്റി വീണ് താണ് പോകുമ്പോ കൂളിവാങ്ങാവ് ഇറങ്ങി പൊങ്ങി തപ്പി നോക്കുമ്പോ കിട്ടാന വഴി മൂലം കൊണ്ട് കൂളിവാക പെണ്ണുവെങ്കിലാവ് സമസാളി കല്ലിന്റെ വരി മുകളിൽ ഇരുന്നു കരഞ്ഞു കരഞ്ഞ് കണ്ണുനീരോടെ കബ്രം പൊഴിഞ്ഞു കൂളിവാകേ കൂളിവാകിയുടെ കരച്ചിലൊന്ന് കേട്ടു അച്ഛൻ ശ്രീപരമശിവൻ കേട്ടറിയുമ്പോ കാട്ടാനയോ
കരടിയോ ചെന്നായോ പുതിയ ശൃംഗേ എന്നോണം അറിയാഞ്ഞു അച്ഛൻ ശ്രീപരമശിവന് അഭും വില്ലുമെടുത്തു കൂടിവാകെ എയ്യുവാനും കൊല്ലുവാനും അടുത്തടുത്ത് ചെല്ലുമ്പോ കൂടിവാക അച്ഛനെ കണ്ടു അടിമാർവത്തു കൈ വെച്ചു ഉള്ളകും തള്ളി ഉടൽ കുറച്ചു പോയി കൂടിവാകി എന്നെ കൊല്ലരുത് പെണ്ണുങ്ങളെ കൊല്ലരുത് പെൺകുറ്റി ശാപം കയ്യിലെത്തരുത് പശുക്കളെ കൊല്ലരുത് ബ്രാഹ്മണനെ കൊല്ലല്ലേ എന്നതിനെ കേൾക്കുമ്പോ അച്ഛൻ ശ്രീപരമശിവന് കൂടിവാകെ കണ്ടറിയുമ്പോ കെട്ടി തിരണ്ട പ്രായം അഞ്ജന കണ്ണ് തത്തമ്മ ചുണ്ട് പവിഴപ്പല്ലി പൊന്നിനാരം പോർച്ചുടങ്ങ് ഓരോരോ അഴക് ഭംഗിയിലെ കണ്ടറിഞ്ഞു അച്ഛനാണ് അയ്യോ എന്റെ കൂടിവാകെ എന്തിനെ കൊണ്ട് നീയും ഈ കാട്ടിലെ കിടന്ന് ഈ വണ്ണം മുളകെടുന്ന കാര്യം ഒന്ന് കേൾക്കട്ടെ കൂടിവാകെ എന്റെ അച്ഛ ശ്രീപരമേശ്വര എന്റെ നീയാഭരണങ്ങളൊക്കെ കൊല്ലനെല്ലി പണങ്കുവേനാറ്റിൽ പോയി പെണ്ണായ ഞാനെടുത്തി ഇറങ്ങി മുങ്ങി തപ്പി നോക്കിയിട്ട് കിട്ടാനൊഴി മൂലം കൊണ്ട് ദുഃഖിച്ചു മനസ്സിരിക്കുന്നു അച്ഛൻ എനിക്ക് എടുത്തു തന്നു എങ്കിൽ പകുതി വാങ്ങോ അച്ഛനോ തന്നിരിക്കേണ്ടത് എന്നതിനെ കേൾക്കുമ്പോ കൂടി വാങ്ങി കണ്ട മോഹങ്ങളെ കൊണ്ട് അച്ഛന് ശ്രീപരമേശ്വരൻ വെള്ളിച്ചിങ്ങും പൊന്നും കോർക്കുതിര നല്ല റത്തുന്നു കീഴടങ്ങി ആടശീലകളെ പകർന്നു വച്ചു മഞ്ഞക്കൂവ ഇല പൊട്ടിച്ചു നാമവും പൊത്തി കൊല്ലനല്ലി പളങ്ക് വേരാറ്റിൽ ഇറങ്ങി മുങ്ങി തപ്പി നോക്കുന്ന കാലം ഒരിടനെ മുങ്ങി തപ്പി നോക്കുമ്പോ ഒരു വസ്തു തന്നെ കിട്ടിയാണെന്നില്ല രണ്ടുടനെ മുങ്ങി തപ്പി നോക്കുമ്പോ ഇന്നലെ ആരോ കുളിച്ചിട്ട് പോയി പോരാ കുറ്റം നാളിയാൽ കിട്ടി മൂന്നുടനെ മുങ്ങി തപ്പി നോക്കുമ്പോ കൂടിവാകിയുടെ കുടുവലാഭരണങ്ങളെ കിട്ടുമ്പോ കൊല്ലനെല്ലി വളങ്കിലെ കൂടിവാകിയുടെ വലം കയ്യിൽ കൊണ്ടു കൊടുത്തു അച്ഛൻ പരമശിവന് എന്റെ അച്ഛ ശ്രീപരമേശ്വര എന്റെ മയ്യാഭരണത്തിൽ നിന്ന് പകുതി വാങ്ങും അച്ഛനെടുത്തോളൂ എന്റെ കൂടിവാകെ നിന്റെ മയ്യാഭരണം എനിക്കൊട്ടും അഴകല്ലടി എന്റെ കൂടിവാകെ അയ്യോ എന്റെ കൂടിവാകെ നിന്റെ മയ്യാഭരണം നീയുന്നു പേർത്തണേ ഞാനൊന്നു കാണട്ടെ എന്നതിനെ കേൾക്കുമ്പോ കൂടിവാക അവരുടെ മെയ്യാഭരണങ്ങളെ കൊണ്ട് വ്യർത്ഥനഞ്ഞു അച്ഛന് ശ്രീപരമേശ്വരന്റെ തിരുമുന്നിലോ അച്ഛൻ നിലനിൽക്കുമ്പോ അച്ഛനായിരിക്കുന്നു കൂടിവാകിയുടെ അടിയിന്ന് മുടിയിന്ന് അടിയിലോളം അഴകിനെ കണ്ടറിയുമ്പോ കൂടിവാകിയെ തൊടുവാനും തൊട്ടു തീണ്ടുവാനും കൈപിടിച്ചു സംഘമോഹം ചെയ്യുവാൻ അടുത്ത് എന്നു അച്ഛനാണ് ശ്രീപരമേശ്വര ഇതെന്തോ ഒരു കാലം കാലടിക്ക് പുതുമയാണ് തീണ്ടോർ കുലത്തിൽപ്പെട്ട ഒരു പെണ്ണുവിലാവ് ഞാനല്ലേ അച്ഛനെങ്ങാനും എന്നെ തൊട്ടു തീണ്ടി സംഘമോഹം ചെയ്തു പോയെങ്കിൽ ശ്രീ കൈലാസത്തെങ്ങാനും പാർവതി മാതാവെങ്ങാനും അറിഞ്ഞു എനിക്ക് ഊറ്റല്ലേ ആയത് കൊണ്ട് എന്നെ തൊടുവരുത് കുലം വിളക്കേണ്ട അച്ഛ ശ്രീപരമശിവനാണ് ഇതൊന്നും പറഞ്ഞാലും മടങ്ങും ചിതം പോലില്ല നിന്നെ കണ്ട മോഹം എനിക്കേറെ തോന്നിപ്പോയി നിന്നെയൊന്നു തൊടുവേണം തൊട്ടു തിന്നേണം കൈപിടിക്കണം എന്റെ കൂടിവാകെ എന്നതിനെ കേൾക്കുമ്പോ കൂടിവാകെ പെട്ടെന്ന്
ഒരു നുണചതി പറഞ്ഞു. അച്ഛാ, നിങ്ങളിപ്പോ പോകുന്നത് പള്ളി നായാട്ടിനല്ലേ? പള്ളി നായാട്ടിന് വഴി പോകുമ്പോ പെണ്ണുങ്ങളെ തൊടുന്നതും തൊട്ട് തീണ്ടുന്നതും കുറ്റം കുറവാണ്. ആയതുകൊണ്ട് പള്ളി നായാട്ട് കഴിഞ്ഞ് മടക്കം വന്നോളൂ. ഇന്നേക്കടുത്ത 7-ാം ദിവസം ചിറ്റേൻ കണ്ടന് വാഹനല്ലി വരിക്കപ്രാവിന്റെ തൃക്കടവാരത്ത് അച്ഛനെ കാത്ത് ഞാനും നിലനിൽക്കേണ്ട. അന്ന് എന്നെ തൊടുവാൻ കുറ്റമില്ലാച്ച പരമശിവനാണ്. കേൾക്കുമ്പോ പറഞ്ഞത് പരമാർത്ഥമെന്നോർത്തു. എന്നെ കൂടിവാകെ ഞാനായിരിക്കുന്നു പള്ളി നായാട്ട് കഴിഞ്ഞ് മടക്കം വന്നിരിക്കേണ്ടത്. നീ എന്നെ കാത്തു നിലനിൽക്കണം കൂടിവാകെ എന്നോണം പറഞ്ഞു. അച്ഛനായിരിക്കുന്നു ഒരു നാളത്തെ പള്ളി നായാട്ടിന് വഴി പോകുമ്പോ കൂളിവാക തിരുമനസ്സിലും നിനന്തു. ഇതുകൊണ്ടൊട്ടും മതി പോരില്ല. അച്ഛന് പള്ളി നായാട്ട് കഴിഞ്ഞ് മടക്കം വരികയും മുന്നിൽ എനിക്ക് ശ്രീകൈലാസത്ത് ചെല്ലണം എന്നവണ്ണം നിനന്ത്. കൂളിവാക അവിടെ നിന്ന് ശ്രീകൈലാസം നോക്കി വഴി പോകുന്ന കാലം സത്യസ്വരൂപിണി ശ്രീമഹേശ്വരി പാർവതിയെ വിളിച്ചു. എന്റെ പാർവതി മാതാവേ, അച്ഛനായിരിക്കുന്നു ഒരു നാളത്തെ പള്ളി നായാട്ടിന് ഭൂമി ലോകത്ത് വഴി വന്നില്ലേ? ഇടയ്ക്ക് വച്ചു എന്നെ കണ്ടു തൊടുവാനും തൊട്ടു നീണ്ടുവാനും കൈപിടിക്കുവാനും സഹമോഹം ചെയ്യുവാനും വന്നു എന്റെ പാർവതി മാതാവേ. അച്ഛനോട് നുണചതി പറഞ്ഞു വഴി പോന്നിട്ടുണ്ട്. ആയതുകൊണ്ട് എനിക്കൊരു ഉപദേശം ചൊല്ലിത്തന്നേ മതിയായുള്ളൂ. കൂടിവാകേ, ഇത് എന്തോ ഒരു കാലം കാലിരിക്കു തുണയാണീ. തീണ്ടോർ കുലത്തിൽപ്പെട്ട ഒരു പെണ്ണെങ്കിലാവും നീയല്ലേ? നിന്നെ എങ്ങാനും അച്ഛൻ തൊട്ട് തീണ്ടിയെങ്കിൽ എനിക്ക് കുറ്റല്ലേ? ആയതുകൊണ്ട് ഇപ്പോ പറഞ്ഞു തീനി ആരോടും തന്നെ പറയരുത് എന്റെ കൂടിവാകേ. ഞാനായിരിക്കുന്നു നിനക്കൊരു ഉപദേശം ചൊല്ലി തരികണമെങ്കിൽ വൈകുണ്ഠത്തിൽ പോകട്ടെ. വൈകുണ്ഠനാഥനായ വിഷ്ണു ഭഗവാനെ ഒന്ന് കാണട്ടെ. അത്രത്തോളം നീ കൈലാസത്തിരുന്നോളോ കൂളിവാകെ എന്നവണ്ണം പറഞ്ഞു. കൂളിവാകെ കൈലാസത്തും ഇരുത്തി കൈലാസം അടച്ചുകൂട്ടി വൈകുണ്ഠം നോക്കി വഴി പോന്നു മാതാവ്. അങ്ങനെ വൈകുണ്ഠനാഥനായ വിഷ്ണു ഭഗവാൻ ഉറങ്ങുന്ന ഉറക്കരമാതാളത്തിലോ ചെന്നു. വിഷ്ണു ഭഗവാന്റെ തൃത്തലഭാഗത്ത് നിന്നു. വിഷ്ണു ഭഗവാനെ നേടി വിളിക്കുമ്പോ വിഷ്ണു ഭഗവാനും ചോദിച്ചു, എന്റെ പാർവതിയെ എന്തിനെ കൊണ്ട് നിങ്ങൾ വൈകുണ്ഠത്തിൽ വന്ന കാര്യമൊന്നു കേൾക്കട്ടെ എന്നതിനെ കേൾക്കുമ്പോ പാർവതി മാതാവരുടെ ചെയ്തു, എന്റെ വിഷ്ണു ഭഗവാനെ അച്ഛനായിരിക്കുന്നു ഒരു നാളത്തെ പള്ളി നായാട്ടിന് ഭൂമി ലോകത്ത് വഴി പോയി ഒരു കാട്ടാളത്തിനെ കണ്ടു. അവളെ തൊടുവാനും തീണ്ടുവാനും ചെന്നു. അവളൊരു നുണചതി പറഞ്ഞു പോന്നിട്ടുണ്ട്. ശ്രീകൈലാസത്ത് വന്നിരിപ്പുണ്ട്. അവൾക്ക് ഞാൻ എന്തൊരു ഉപദേശം ചൊല്ലി കൊടുക്കണ്ടു ഭഗവാനെ? പാർവതിയെ, നിങ്ങളിപ്പോ പറഞ്ഞില്ലേ കൂളിവാക എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ കേട്ടിട്ടുള്ളൂ. ഈ കൂളിവാകയെ ഞാനൊട്ടും കണ്ടിട്ടില്ല. ആയതുകൊണ്ട് നിങ്ങൾ 6 നാഴികയ്ക്ക് 100 മായാസുരവും അവതരിക്കുന്ന മാതാവല്ലേ? കൂളിവാകയുടെ മായാസുരവും അവതരിക്ക് ഞാനൊന്ന് കാണട്ടെ എന്നതിനെ കേൾക്കുമ്പോ പാർവതി മാതാവ് ചിരട്ടന്റെ കരിയരച്ചു. മേലാത്സവനം പുരട്ടി കമ്പിത്തോടെ മുറിയടിവാണ്. ആരാച്ചി പോലും ഊരാച്ചി പോലുകളൊക്കെ എടുത്തു. കൊമ്പുമുറങ്ങളൊക്കെ എടുത്തു. വലത്തെ ഒക്കത്തും വെച്ചു. വിഷ്ണു ഭഗവാന്റെ തിരുമുന്നിൽ ചെന്ന് നിലനിൽക്കുന്നു മാതാവ്.
മായാസ്വരൂപത്തിൽ നിൽക്കുന്ന പാർവതിയെ കണ്ടു വിഷ്ണു ഭഗവാൻ പെട്ടെന്നിനെ മോഹിച്ചു പോയി. അല്ലേ പാർവതി മാതാവേ, ഇത്രയ്ക്കും ഒരു അഴക് ലാവണ്യമുള്ള പെണ്ണ് വെങ്കിടാവ് കൂടിവാക എന്ന് വന്നാലേ ശ്രീ പരമേശ്വരൻ കണ്ടുപോയെങ്കിൽ വച്ചേക്കില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടെ. ഈ കൂടിവാകെ ഞാനും കണ്ടു, പെട്ടെന്നിനെ മോഹിച്ചു പോയി എന്റെ മാതാവേ. കൊണ്ട് ഈ കൂടിവാകിട്ട് എന്റെ മായത്തിൽ ഒരു മകനും പിറന്നിരിക്കും മാതാവേ. നിങ്ങളായിരിക്കുന്നു ഈ കൂടിവാകിയുടെ മായാസ്വരൂപത്തിൽ ഭൂമി ലോകത്ത് വഴി പോയിക്കോളൂ. ശ്രീ പരമേശ്വരൻ കണ്ണാലൊട്ടും അറിയില്ല. കൂടിവാക എന്ന് നിന്നത് നിങ്ങളെ തന്നെ തൊട്ടു തീണ്ടിക്കോട്ടെ, സംഗമോഹം ചെയ്തോട്ടെ. അച്ഛന് നിങ്ങളെ തൊട്ടു തീണ്ടിയെങ്കിൽ കൂടിവാകയ്ക്ക് 336 ഓമന മക്കൾ ജനിച്ചിരിക്കും. ഒക്കെ ഒടുവിൽ പിറക്കുന്ന മകൻ എന്റെ മായത്തിൽ പിറക്കുന്ന മകനാകട്ടെ എന്നിങ്ങനെ ഓരോരോ ഉപദേശം ചൊല്ലിക്കൊടുത്തു വിഷ്ണു ഭഗവാനേ. പാർവതി മാതാവേ, ഓരോ ഉപദേശങ്ങളൊക്കെ ഇവണങ്ങി കൊമ്പുമുറങ്ങളൊക്കെ എടുത്തു. കൂടിവാകെ പോലെ ഭൂമി ലോകത്ത് വന്നു വഴി തിരിഞ്ഞു. ചിറ്റേൻ കണ്ടൻ വാഹനലി ഒരിക്കലാവിന്റെ തൃക്കട ഭാഗത്ത് വന്നു. ചണ്ണക്കിഴങ്ങി കുത്തിമാന്തി അറിയിരിക്കുമ്പോ അച്ഛൻ ശ്രീ പരമശിവന് 7 നാളത്തെ പള്ളിനായാട്ട് കഴിഞ്ഞ് മടക്കം വരിയുമ്പോളെ കൂടിവാകിയുടെ മായാസ്വരൂപത്തിലിരിക്കും പാർവതിയെ കണ്ടിട്ടൊട്ടും അറിഞ്ഞില്ല. കൂടിവാക എന്നതിനു പാർവതി മാതാവിനെ അന്ന് അവിടെ വച്ച് തൊട്ടു തിണ്ടി സംഗമോഹം ചെയ്തു വച്ചനാണ്. പാർവതിയെ നിങ്ങളെ തൊട്ടു തിണ്ടി സംഗമോഹങ്ങളൊക്കെ ചെയ്തു. 336 ഓമന മക്കൾക്ക് വാടിച്ചു കൊടുക്കുന്നത് പാർവതി മാതാവ് ചോദിച്ചു, എന്റെ അച്ഛന ശ്രീ പരമേശ്വര, ഇത്രയ്ക്കും വെറുത്ത് മക്കളെ എനിക്ക് പിറന്നു എന്ന് വന്നാലേ ഞാൻ ഏവണ്ണം എടുത്തുകൂടെയുണ്ടോ വളർത്തുകൂടെയുണ്ടോ എന്നതിനെ കേൾക്കുമ്പോ അച്ഛനും മരളി ചെയ്തു, എന്റെ കൂടിവാകെ നീ ഒട്ടും ഖേദിക്കേണ്ട. മക്കളെ പ്രസവിച്ചു എങ്കിൽ നീ ശ്രീകൈലാസത്ത് കൊണ്ടുപോരെ. മക്കൾക്ക് നല്ല ജ്ഞാനം കെട്ടി പേര് വിളിച്ചോണ്ട് ഊണോട്ടും പൂജ വലിയ വേലകളൊക്കെ ഞാനും കൽപ്പിച്ചു കൊടുത്തോണ്ട് കൂടിവാകെ. എന്നതിനെ പറഞ്ഞു അച്ഛനായിരിക്കും പള്ളിനായ വഴി പോകുന്നാലേ പാർവതി മാതാവ് അച്ഛന്റെ ബീജത്താനെ കൊണ്ട് വായിച്ചെടുത്തു. 2 ചണ്ണക്കിഴങ്ങിനും കൊണ്ടോടി കലർത്തി ഭൂമിയിലെ കൊണ്ടു പിടിച്ചു മൂടി. ഇവിടെ വന്നു പാർവതി കൂടിവാക ചണ്ണക്കിഴങ്ങി കുത്തിമാതിയെങ്കിൽ കൂടിവാകയ്ക്ക് കിട്ടിയിരിക്കട്ടെ. കൂടിവാക അമൃതത്തു ചെയ്തെങ്കിൽ 336 മക്കൾ ജനിച്ചോട്ടെ എന്ന വെള്ളം വാടിച്ചു വരം കൊടുത്തു. ശ്രീ കൈലാസം നോക്കി വഴി പോകുന്ന കാലത്തപ്പോ ശ്രീകൈലാസത്ത് ചെന്നു. കൂടിവാകെ വിളിച്ചെഴുതന്റെ കൂടിവാകെ, നീ പറഞ്ഞത് സത്യം പരമാർത്ഥമായിരുന്നു. ഞാൻ ദൃഢമായ ചെറുപ്പത്തിങ്ങൾ ഭൂമിയാകും ഭൂവാരത്ത് പോയി അവിടെ വെച്ച് നീ ആണെന്ന് കരുതി എന്നെ തന്നെ തൊട്ട് നീട്ടി സംഗമോഹങ്ങൾ ചെയ്തു പോന്നിട്ടുണ്ട്. 336 ഓമന മക്കൾക്കുള്ള പരമസാധനത്തിട്ടുണ്ട് കൂടിവാകെ. പരമസാധനങ്ങൾ കൊണ്ട് ഞാൻ അച്ചാറിട്ടുണ്ട്. അട്ടിക്കുള്ള ഭൂമി സ്ഥാനത്ത് കൊണ്ട് കുടിച്ചു മൂടിയിട്ടുണ്ട്. ആ ചണ്ണച്ചാവാല കഴിഞ്ഞ് നിനക്കീടിയെന്ന് വന്ന എതിർത്ത് അമൃതത്തിൽ ചെയ്തോളൂ. മക്കളെ പ്രസവിച്ചോളൂ കൂടിവാകെ. ശ്രീകൈലാസത്ത് കൊണ്ടുപോലെ അവിടെ നല്ലൊരു ഞാൻ 40 കൂട്ടി വിളിച്ചോണ്ട്
കീറിപ്പോകാനുള്ള ഏത് വാഹനങ്ങൾ ഊണൂട്ടും പൂജ വലിയ വെള്ളക്കച്ഛന്റെ കൈ കണക്കായി ഞാനും തൂറ്റി കൊടുത്തോണ്ട് എന്നോട്ട് കേൾക്കുമ്പോ കൂടി വാക പാർവതി മാതാവിന്റെ ഇവിടെ യാത്രയിൽ വഴങ്ങി ഭൂമിയാകും ഭൂവാരത്ത് നിന്ന് വാഹനിൽ വലിയ പ്ലാവിടത്ത് കിടവാരത്തോട് നിന്ന് ചണ്ണച്ചാവാലുകൾ കുത്തിമാന്നപ്പോ കൂടി വാക്കി ചോരപ്പുണ്ട ചണ്ണച്ചാവാലുകൾ കിട്ടി പാൽപ്പുണ ചണ്ണച്ചാവാലുകൾ കിട്ടുമ്പോ എന്തോ ഒരു കാലം കാലത്തേക്ക് പുതുമയാണ് എന്റെ കാലം കൊണ്ട് ഞാൻ ചണ്ണച്ചാവാലുകൾ കുത്തിമാതി തിരിക്കി ചോരപ്പുണ്ട ചണ്ണച്ചാവാലുകൾ നീട്ടിയിട്ടില്ല പാൽപ്പുണ ചണ്ണച്ചാവാലുകൾ നീട്ടിയിട്ടില്ല എന്നോട് നന്ദി കണ്ട് കൂടി വാക ചണ്ണച്ചാവലുകൾ കൊണ്ട് ചെന്ന് അവിടെ കുക്കുമാടത്തോടെ കൊണ്ട് ചെന്ന് ചണ്ണച്ചാവാലുകൾ അമൃത് ചെയ്യുന്ന കാലം കുക്കുമാടത്തേക്ക് സുഖലാണി നേരം അടിച്ചു അണിമുറ്റം പഠിച്ചു വാങ്ങിക്കും കൊടുക്കുന്ന വെള്ളക്കോടയാടി 3 വെള്ളത്തിന് മുറകിട്ട് കൂലി വാങ്ങിക്ക് നീണ്ടാതെ പുതുന്നോന്നി 1 കുളം വാങ്ങി കുളിച്ചു 2 നീരാടി കുളിച്ചു 10 10 വാങ്ങി കുളിച്ചു അപ്പോഴായിരിക്കുന്നു 1 മാസത്തിൽ ഗർഭമുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ ഓരോ പരിമുടക്കങ്ങൾ തോന്നി 2 മാസത്തിൽ തെരുവലിയൂറ്റി 3 മാസത്തിൽ മുതുകുരണ്ട് മുലക്കണ്ണ് 2 സാരകൃതനെ കറുത്തു 4 മാസത്തിൽ നാട്ടിൽ ആ പോലെ ഗർഭം പടി വരുന്നു 5 മാസത്തില് പഞ്ചേടന് പോയി കൊടുത്തു 6 മാസത്തിൽ ഉറങ്ങുന്നു ഉറക്കത്തില് ഈറ്റിലെ പെരുകി ഗർഭ ചാക്കോട് തോന്നി തുടങ്ങുമ്പോ വാണ്ടിടുന്ന വഴുതനങ്ങ പൂണ്ടിടുന്ന കുമ്പളങ്ങ വട്ടമൊത്തച്ചേന കൊഴിഞ്ഞ് ചേർന്ന് അതിലെങ്കിൽ കട്ടൻ കാവത്ത് മേൽനൊടി കഴിഞ്ഞ് കൊള്ളി കഴിഞ്ഞ് പഴുതിന്റെ കൊണ്ടുവന്ന് വച്ചു തിന്നു ചുട്ടു തിന്നു പുഴുങ്ങി തിന്നു കട്ടു തിന്നു കാണാതെ നിന്ന് ഒളിവാക്കിയുടെ ഈറ്റിലെ പെരുകി ഗർഭച്ചാക്കോട് ഒരു വിധത്തിലാണ് എടുത്തിരുന്ന് കാണുമ്പോ കണ്ടു കേട്ട 2 പാലപ്പം പറഞ്ഞു 9-10 മാസം വൃത്തിയാകുമ്പോ കൂടി വാങ്ങി കീട്ടിക്കിടന്ന പായ കുമ്പിട്ടൊന്ന് മടക്കിക്കൂടാ ഒരു ലക്കത്തില്ല കുത്തിക്കൂടാ കേറി കുന്നപ്പ തന്നെ ഇറങ്ങിക്കൂടാ ഇറങ്ങി കുന്നപ്പ തന്നെ കേറിക്കൂടാ വെടികൊണ്ട പെൺമണി പേട പോലെ മണി കൊഴിഞ്ഞ വൈക്കോൽ പോലെ തളർന്നു പോകുമ്പോ എന്റെ ബ്രഹ്മാവ് എനിക്കെന്ന് വന്ന 10 മാസം വരെ വൃത്തിയായി ഞാനിവിടെ പോയി പെട്ടോണം പ്രസവിച്ചോണം പെറ്റിടക്കുവാൻ ഈറ്റില്ല പോറമാണ് ഒടിവിനിക്കില്ല വൈപിടിക്കുന്ന നാഗലക്ക് മാതാവിനെ ഈ കൂളിക്കുന്ന് മണിമാമലപ്പുറത്ത് ഞാനൊട്ടും കാണുവാനില്ല ഞാനിവിടെ പോയി പെട്ടോണം പ്രസവിച്ചോണം എണ്ണമണ്ണ് നിലന്ത് ഇതിലും നിൽക്കുമ്പോ പണ്ട് പരശുരാമകാലത്ത് വെട്ടിപിടിച്ചില്ല ചണ്ണച്ചാവൽമട കാണുമ്പോ ഈറ്റില്ല പോറമാണെന്ന് തോന്നി ചണ്ണച്ചാവൽമടയിൽ ഉണങ്ങി കിടക്കുന്ന ഞെരിന്റെ വഴിവിട്ട് കാണുമ്പോ പിടിവഴി എന്ന മണം കൊണ്ട് തോന്നി സ്ത്രീകളുടെ കാണുമ്പോ വയറ്റാട്ടി മാതാവെന്ന് തോന്നി പെട്ടെന്ന് കുളിവാക ചണ്ണച്ചാവൽമടയിൽ കിടങ്ങി ചെന്ന് ചണ്ണച്ചാവൽമടയിൽ അങ്ങനെ കിടക്കുന്ന കാലം ആരുപോലും എനിക്കില്ല ഇതുപാർന്ന് വിളിക്കും മുത്തശ്ശിമാരില്ല നടുവാർന്ന് വിളിക്കും പോലും എനിക്കില്ല എന്നോട് 2 കൂലിവാക ചെരുവിന്റെ പരമ്പരന്ന് കൂട്ടിറച്ച് കൂലിവാകയുടെ എക്കിനി പക്കിനി തണ്ടലേക്ക് മുഴുകത്ത് 5 സ്ഥാനത്ത് പൊളികൂടാതെ അങ്ങനെ വെളുക്കുന്നൊഴിയുന്ന കാലം ഓമന മക്കളെ പിന്നേക്ക് പിന്നാലെ അതിക്ക് പിന്നാലെ എന്ന് പ്രസവിക്കുന്നു കൂലിവാക ആട്ടിനോട് തുറന്നു വിട്ടതുപോലെ പൂക്കട്ടുകൊണ്ട് ചെരിഞ്ഞതുപോലെ പഴച്ചക്കൂരോട് ചവിട്ടത്തേറെ പോലെ നെല്ലിക്ക് വട്ടിയിട്ട് വീണതുപോലെ കൂലിവാക 335 ഓമന മക്കളെ പിന്നേക്ക് പിന്നാലെ പ്രസവിക്കുമ്പോ മക്കളുടെ പ്രസവത്താളെ കഴിഞ്ഞു അണിവൈകിട്ട് തുറന്നു നോക്കുമ്പോ അണി വേദിച്ച് കാണുന്നില്ല ഇത്രയ്ക്കും പേർക്ക് മക്കൾ പിറന്നു എന്നിട്ട് വെല്ലാട്ടുമുട്ടന്മാരെ പോലെ അങ്ങോട്ട് കയറുന്നു ഇങ്ങോട്ട് വെങ്ങുന്നു നാഗം പോലെ കീറുന്നു ചേകില പോലെ അടിക്കുന്നു അണിവൈക്കി എന്തോ ഏതൊന്നും എനിക്കറിയില്ല എന്നോട് നിലനിൽക്കുമ്പോ രണ്ടാമതും
കടുകിടുന്ന ഒന്ന് കുടുകുടാലെ വേത്തൊഴുകുമ്പോ അറ്റിപ്പയുടെ ഭൂമിസ്ഥാനത്ത് 336 ഓമന മകനെ മൂടുതോടെ കൊണ്ട് പ്രസവിച്ചു കൂളിവാക മൂടൽക്കുപ്പായ തുറന്നു നോക്കുമ്പോ കൂളിവാക്കിക്ക് ഓരോരോ മായങ്ങൾ തോന്നി. മകള് കണ്ണി നോക്കുമ്പോ തീപ്പന്തം പോലെ തോന്നി. അണിമുഖത്ത് നോക്കുമ്പോ ഈ 74 ലോകങ്ങൾ കാണുന്ന പോലെ തോന്നി. ഇടങ്കയിലും വലങ്കയിലും ഉച്ചാൻ കൈ കണ്ടു. വലങ്കയിലും കുടിപൊളി